ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ട്ടോ. അപ്പോൾ ഇന്ന് വളരെ സമാധാനമുള്ള ഒരു ദിവസാണ്. ഇന്ന് വലിയ ടാസ്കുകളൊന്നുമില്ല. ഞാൻ നേരെ മോളെ സ്കൂളിൽ കൊണ്ടാക്കി. എന്നും കാണുന്ന വഴികൾ നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ വഴി കൂടെയുള്ള ഷോർട്സ് ഒരു 100 എണ്ണത്തിൽ മേലെയെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടാവും. അത്രയും ഷോർട്സ് ഇട്ട ഒരു വഴികളാണിത് ട്ടോ. അപ്പോ ഈ വഴിയൊക്കെ കാണുമ്പോൾ പലരും FBയിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്, പഴയ നൊസ്റ്റാൾജിയ ഒക്കെ ഓർമ്മ വരുന്നുന്ന്. പക്ഷേ ഇതിലൂടെ നടക്കുന്ന നമുക്കേ അറിയുള്ളൂ ഇത് എത്രമാത്രം ഹെക്റ്റിക് ആണ് ഈ വഴിയെന്ന്. കാരണം മഴ പെയ്താൽ പിന്നെ ഇതിലൂടെ നടക്കാന്ന് പറയുന്നത് ഓർക്കാൻ കൂടെ പറ്റില്ല ട്ടോ. മഴയില്ലാത്ത ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷെ മഴയുള്ള ദിവസങ്ങളിൽ അത് വലിയ പാട് തന്നെയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരികയാണ്. ഈ പൂവില്ലേ, ഇതിന്റെ പേര് ഞങ്ങൾ കൃഷ്ണകിരീടം എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയാറുള്ളത് എന്നൊന്ന് പറയണം കേട്ടോ. എനിക്കറിയില്ല, ഇതിന്റെ വേറെ നെയിംസ് ഒന്നും എനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ആം, ഇന്ന് ആക്ച്വലി വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. കാരണം മോള് സ്കൂളിൽ പോയി. പിന്നെ ഇൻലോസ് ഇവിടെ ഇല്ല ഇന്നത്തേക്ക് കേട്ടോ. ഒന്ന് രാവിലെ അവരെ പോയി ഹോസ്പിറ്റലിലേക്ക്. വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം. ഞങ്ങൾ ഇവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം നേരെ പുറത്തുനിന്നായിരിക്കും ഭക്ഷണം ഉണ്ടാവുക. എന്തെങ്കിലും തട്ടിക്കൂട്ട് ഭക്ഷണമാണെങ്കിലും അത് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിക്കും. ഭയങ്കര ഹൈഫൈ ഒന്നും അല്ല കേട്ടോ. അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ, ചെറിയ കടയിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരിക, അതായിരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. കാരണം അത്രയും നമുക്ക് പണി ചെയ്യണ്ടല്ലോ എന്നായിരിക്കും എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ആയിരിക്കും പുള്ളിക്കാരൻ്റെയും. അപ്പൊ നമ്മൾ അതായിരുന്നു ഇന്നത്തെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ലോങ് വീഡിയോ എടുത്തേക്കാന്ന്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡും ഇല്ല. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ വീഡിയോ ഇടുന്നതിനോട് എന്താ പറയാ, ഒരു 90% എൻ്റെ വീഡിയോസ് ആർക്കും അറിയില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടല്ല വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ പരിമിതികളാണ്, എനിക്കറിയാം. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ഞാനൊരു യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ തുടങ്ങുമല്ലോ, എന്ന് വെച്ചാൽ ഡോളേഴ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങുമല്ലോ. ആ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം വേണം എനിക്ക് ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ. കാരണം അൺലെസ് അതർവൈസ് നമ്മൾ പ്രൂവൺ ആവാത്തിടത്തോളം കാലം നമ്മളെ പരിഹസിക്കാൻ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ നിനക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ, ഓക്കെ ഓക്കെ, നീ എന്തൊരു ഹാർഡ് വർക്കാണ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് ആഗ്രഹം, പക്ഷെ ആ ഒരു പരിഹാസങ്ങളെയോ ഒക്കെ നേരിട്ടുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. പക്ഷെ എൻ്റെ സാഹചര്യം ഇപ്പൊ അതാ അനുവദിക്കുന്നില്ല. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഈ പരിഹാസങ്ങളൊക്കെ നേരിട്ട് ഞാനൊരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞൊക്കെ ഞാൻ റിബലായിട്ട് നടന്നേനെ. പക്ഷെ എനിക്ക് ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ, കാരണം എന്നെ ഹാർഡ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സൈലന്റ് ആയിട്ട് സക്സസ് ആവാമെന്ന്. അങ്ങനെയാണ് ഈ പാത്ത് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്റെ കൂടെ ഇപ്പൊ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി വാച്ച് അവർ കൂടണം. വാച്ച് അവർ ഒട്ടുമില്ല. ഒരു അവറോ 2 അവറോ അത്രയൊക്കെ ഉള്ളൂ തോന്നുന്നു. തോന്നുന്നു 30 അവറൊക്കെയാണ് എന്റെ വാച്ച് അവർ. അത് 4000 എത്തിക്കാന്ന് പറയുന്നത് ഒരു വലിയ വലിയ ആന, എന്താ പറയാ, ബാലികേറാൻ മലയാണ്. പക്ഷെ എത്തിക്കും ഞാൻ. അപ്പൊ അതാണ് എൻ്റെ യൂട്യൂബിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു പീസ്ഫുൾ മോർണിംഗ് നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.